ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിലെ 18ാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. പഞ്ചാബിലെ അമൃത്സറിൽ നിന്നും നേരെ നമ്മൾ റൂമിലേക്ക് മടങ്ങിയിരുന്നു. അവിടെ നിന്നും 2:30 ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ അട്ടാരി വാഗ ബോർഡറിലേക്ക് പരേഡ് കാണുവാനായി പുറപ്പെട്ടു. അമൃത്സറിൽ നിന്നും അട്ടാരി ബോർഡറിലേക്ക് 31 കിലോമീറ്റേഴ്സ് ദൂരമാണ് ഉള്ളത്. നമ്മുടെ റൂമിൽ നിന്നും ഏകദേശം 27 കിലോമീറ്റേഴ്സ് ദൂരമാണ് ഉണ്ടായിരുന്നത്. അട്ടാരി ബോർഡറിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്തുള്ള ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കാർ പാർക്കിംഗ് ഏരിയയിൽ വാഹനം നിർത്തി ഇന്ത്യൻ ത്രിവർണ്ണ പതാകയുടെ രൂപം നമ്മുടെ മുഖത്തും കയ്യിലുമൊക്കെയായി പേസ്റ്റ് ചെയ്യുന്നവരെയും കാണാം. ഫ്രീ ആയിട്ടല്ല കേട്ടോ, നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുൻപേ അവർ അത് നമ്മുടെ കൈകളിലും മുഖത്തുമൊക്കെ പേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അങ്ങനെ അവിടെ എത്തി ജനങ്ങളുടെ വലിയൊരു ക്യൂ തന്നെ കാണാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വേറെ വേറെ ലൈനായിട്ട് നിൽക്കണം. അവിടെയും ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് പ്രവേശിക്കാം. പരേഡ് നടക്കുന്ന ഭാഗത്തേക്ക് കുറച്ച് നടന്നെത്തണം. മുൻവശത്ത് സ്ഥലം പിടിക്കാനായി പെട്ടെന്ന് ഞാൻ നടന്നെത്തി. എല്ലാവരും എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ സന്ദർശിക്കണമെന്നുള്ളത്. ആ ആഗ്രഹം നിറവേറിയതിൻ്റെ സന്തോഷത്തിൽ എൻ്റെ മനസ്സ് നിറഞ്ഞു തുളുമ്പി. പടുത്തുയർത്തിയ തിട്ടകളായതിനാൽ തന്നെ നട്ടുച്ച വെയിലിൽ ചൂടായി കിടക്കുന്ന ഇരിപ്പിടങ്ങളാണ്. കൂടാതെ നല്ല വെയിലും. ഇരിക്കാനായി വല്ല കട്ടിയുള്ള ടവൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ക്യാപ്പ് തലയിലിടുന്നതും വെയിലിൽ നിന്ന് രക്ഷ നേടാനും കഴിയും. ഇന്ത്യാസ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. അതിർത്തി സംരക്ഷിക്കാൻ ചുമതലയുള്ള കേന്ദ്ര സായുധ പോലീസ് സേനയുടെ അതിർത്തി സേവന വിഭാഗമാണ് BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. പരേഡ് കാണാൻ എത്തിയവരെല്ലാം തന്നെ വന്നു. ഇന്ത്യയുടെ ഭാഗം പൂർണ്ണമായും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ സൈഡിൽ ആളുകൾ കുറവായിരുന്നു. ആ സമയങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നൊരു വികാരം ഇന്ത്യൻസ് എന്നുള്ള രീതിയിൽ ഏറെ വലുതായിരുന്നു. ഇന്ത്യയിൽ നിന്നും അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന വഴിയാണിത്. പാകിസ്ഥാനിൻ്റെയും ഇന്ത്യയുടെയും ഫ്ലാഗ്സ് കാറ്റിൽ വീശിയടിക്കുന്നുണ്ടായിരുന്നു. ബോർഡർ ഗേറ്റ് ഭാഗം വരെ ഫ്ലാഗ് വീശി വരാനുള്ള അവസരമുണ്ടായിരുന്നു സ്ത്രീകൾക്ക് മാത്രമായി. സമയക്കുറവ് മൂലം ചിലർക്കൊന്നും ഫ്ലാഗ് വീശാൻ അവസരം കിട്ടിയില്ല. ഇദ്ദേഹമാണ് ഈ പരേഡിൻ്റെ മെയിൻ പാർട്ട് എന്ന് തന്നെ പറയാം. ചെറിയ മക്കളുടെ കൈകളിലെല്ലാം ഫ്ലാഗ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവർക്കൊപ്പം ഞാനും ഇറങ്ങി. ഇന്ത്യക്ക് ജയ് വിളികളും ആരവങ്ങളും കൈകളിലെ താളങ്ങളും നൃത്തച്ചുവടുകളും ആ നിമിഷങ്ങളെ കോരിത്തരിപ്പിക്കാൻ ചാഞ്ഞു വീശുന്ന ത്രിവർണ്ണ പതാകകളും.
ഉച്ചത്തിൽ വിളിച്ചു പറയാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. നമ്മുടെ സൗണ്ട് ഇവിടെ കേട്ടാൽ പോരാ, പാകിസ്ഥാൻ ബോർഡറിൽ അവിടെ നിൽക്കുന്നവർ, വാഗ ബോർഡറിൽ നിൽക്കുന്നവർക്ക് കേൾക്കാൻ ഉച്ചത്തിൽ ഇന്ത്യയെ സംബോധനം ചെയ്യാൻ പറയുകയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈഡിലും ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ കമാൻഡേഴ്സ് തമ്മിൽ അവരുടേതായ രീതിയിൽ സല്യൂട്ടടിച്ച് ഫ്ലാഗ്സ് എല്ലാം ഉയർത്തി സൗഹാർദ്ദപരമായി ഹസ്തദാനം ചെയ്ത് പിരിയുകയാണ് ഉണ്ടായത്. നമുക്ക് മുഴുവനായും തന്നെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. നമ്മുടെ ഈ ഒരു യാത്ര തുടരുകയാണ്. മനോഹരമായ കാഴ്ചകളുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ടാറ്റാ.